എല്ലാവർക്കും കമ്മോഡിറ്റി ട്രേഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയും ക്രൂഡ് ഓയിലും വളരെ ആഴത്തിൽ തന്നെ പരിശോധിച്ചിരുന്നു. അതിൻ്റെ ഗുണം എല്ലാവരിലേക്കും എത്തി. പല ആൾക്കാരും നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവർക്ക് വളരെയധികം ഗുണം ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ആ ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്യുകയും അവർക്ക് ധൈര്യപൂർവ്വം ഓർഡർ ഇടാനും പ്രോഫിറ്റ് എടുക്കാനും ഒക്കെ സാധിച്ചു എന്നാണ് പലരും നമുക്ക് ഫീഡ്ബാക്ക് തന്നിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി. കുറേ ആൾക്കാർക്ക് വെളിച്ചം വീശാനും ട്രേഡ് ചെയ്യാനും ഇത് സഹായിച്ചു എന്നുള്ളതിൽ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നമുക്ക് ഈ ആഴ്ചയിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിൽ നമ്മൾ ചാർട്ടുകളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം ക്രൂഡ് ഓയിലിലേക്ക് കിടക്കാം. ക്രൂഡ് ഓയിൽ ഇപ്പം ഞാൻ ഇവിടെ ആക്ച്വലി ഒരെണ്ണം ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ട്. ഫിബൊനാച്ചി വരച്ചിട്ടിരിക്കുന്നത് എവിടെ നിന്നാന്ന് നോക്കിയാൽ ഒരെണ്ണം 1 hour ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 hour ടൈം ഫ്രെയിമിൽ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും 1 hour. അപ്പോൾ നമ്മൾ 1 hour വരച്ചപ്പോൾ നമുക്ക് കാണാം എവിടെ നിന്നാണ് 3096 കണ്ടോ. ഇപ്പം എൻ്റെ ഈ മൗസ് നിൽക്കുന്നത് 3096 നിന്നാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് വരച്ച് നോക്കുമ്പോൾ നമ്മൾ 27 ആയിരുന്നു ഫ്രൈഡേ, 27 ഓക്കെ, 27 28 ഇപ്പോൾ ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം 28 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്നാണ് സാറ്റർഡേ. ഫ്രൈഡേ 27 നമുക്ക് നോക്കിയാൽ കാണാം 1 hour ക്യാൻഡിലിൽ കാണാം ക്രൂഡ് 3297 ആണ് ലോ എടുത്തത്. എന്നിട്ട് നേരെ ബുള്ളിഷായിട്ട് 3286 വരെ പോയി കണ്ടോ. അപ്പോൾ 3286 വരെ പോയുള്ളൂ. ഇപ്പോൾ ഓൾ ടൈം ഹൈ 3414 അവിടെയാണ് നമ്മുടെ ഫിബൊനാച്ചിയുടെ എൻഡിങ് ലെവൽ. 3414 നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ക്രൂഡ് 97ലേക്ക് വന്നിട്ട് പൊന്തിയെന്ന് പറഞ്ഞു. 93 ആണ് ആക്ച്വലി ലക്ഷ്യം വെച്ചത്. എന്താണ് കാരണം? 0.618 സിൽവർ ലൈൻ ആണ് 0.618 കറക്റ്റ് അതിലോട്ടാണ് വന്നത്. വരാൻ കാരണം എസ്ട്രൻഷ്യ എന്തൊക്കെയോ 2-3 വാക്സിൻസിന്റെ ഇത് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സ്ഫോർഡ് അതുപോലെ എസ്ട്രൻഷ്യ അവരുടെയൊക്കെ എന്തോ ഒരു സംയുക്തമായിട്ടുള്ള വാക്സിൻ പരീക്ഷണങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില ബാഡ് ന്യൂസ് എന്നുവെച്ചാൽ എന്തോ ഡിഫക്ട്സ്, മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് കണ്ടെത്തി. അതുപോലെ തന്നെ ഇതിലൊരു ലാഗ് പ്രതീക്ഷിക്കുന്നു. ഈ വാക്സിൻ കുറച്ചുകൂടി വൈകിയേക്കാം എന്നുള്ള ഒരു ബാഡ് ന്യൂസുമെയാണ് ഇന്നലെ ഒരു ചെറിയ ബാഡ് ന്യൂസ് പോലെ വീണത്. പക്ഷേ ഒപ്പെക്കും ഒപ്പെക് പ്ലസിന്റെയും ഒരു പോസിറ്റീവ് ന്യൂസ് ഹാങ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മാർക്കറ്റ് പെട്ടെന്ന് കയറി. എന്ന് വെച്ചാൽ ഒപ്പെക്കിന്റെ മീറ്റിംഗ് ഇന്നാണ് വെച്ചിരുന്നത്, പക്ഷെ അത് നാളേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു പ്രീ മീറ്റിംഗ് എന്നുവെച്ചാൽ നവംബർ എൻഡിലേക്കാണ് അവരുടെ ആക്ച്വൽ മീറ്റിംഗ് നടക്കുന്നത്. ഡിസംബർ 1 ആക്ച്വൽ മീറ്റിംഗ്. പക്ഷെ അതിനോട് അനുബന്ധിച്ച് ഒരു പ്രീ മീറ്റിംഗ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കട്ട് 2 മില്യൺ ബാരലോളം കട്ട് ചെയ്യുന്നുണ്ട് അവർ പ്രൊഡക്ഷൻ വേണമെന്ന് വെച്ചിട്ട്, എന്നുവെച്ചാൽ നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ പിടിച്ചെടുത്താൽ. അപ്പൊ അതിന് സാധൂകരിക്കുന്നു. അതായത് അത് 3 മാസം കൂടിയും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അവർ ചർച്ച, അത് ഓൾമോസ്റ്റ് അപ്രൂവ്ഡ് ആണ്. അപ്പൊ 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് ആയിട്ട് വരും. ടെമ്പററി ഗുഡ് ന്യൂസ് ആണ് മാർക്കറ്റിന്. സോ അതാണ് മാർക്കറ്റ് പൊന്തിയിരിക്കുന്നത്. അപ്പൊ സൺഡേ ചിലപ്പോൾ നമുക്ക് മൺഡേ ഹോളിഡേ ആണ്. അപ്പൊ ട്യൂസ്ഡേക്ക് ഉള്ളിൽ തന്നെ ഒപ്പെക്കിന്റെ മീറ്റിംഗ് റിസൾട്ട്സ് വരും. അത് പോസിറ്റീവ് ആണെങ്കിൽ വി ഹാവ് ചാൻസ് 3414 പൊട്ടിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. അല്ലെങ്കിൽ 3414 ടെസ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും. അടുത്ത ലെവലുകളിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു 3293 ഒരു മേജർ ലെവലാണ്. അത് ടെസ്റ്റ് ചെയ്തു ക്രൂഡ്. അത് കഴിഞ്ഞാണ് പൊന്തിയത്. എന്നിട്ട് 3346 നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എത്ര നേരം അവിടെ ട്രേഡ് ചെയ്ത് നോക്കൂ. 3346ന്റെ റേഞ്ചിലാണ് ഇന്നലെ നിന്നത് കണ്ട. സോ ഇറ്റ്സ് റെസ്പെക്ടിങ് ഈച്ച് ആൻഡ് എവറി ലൈൻ. അപ്പൊ എല്ലാ ലൈനും ടെസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കറക്റ്റ് നമുക്ക് ആ ലെവലുകൾ അവിടെ ശ്രദ്ധിച്ച് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, അതിന്റെ അടുത്തൊക്കെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടോ ഇവിടെ എത്ര പ്രാവശ്യമാണ് 3346 1 2 3 4 5 ഇതെല്ലാം ആ 3346 ഓറിയന്റഡ് ആയിട്ടാണ്. എന്നാൽ അതിന് 3414ലേക്ക് പോകാനായിട്ടുള്ള ഒരു പവറും ഇല്ല. എന്താ കാരണം ന്യൂസ് വന്നിട്ടില്ല, ഒപ്പക്കിന്റെ മീറ്റിംഗ് ന്യൂസ് വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ എല്ലാവരും ഞാൻ കരുതിയത് 3346 പൊട്ടിച്ച് അഗെയിൻ 32 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് 3320 ഉണ്ട് ഈ ഒരു സപ്പോർട്ടിലേക്ക് വരുന്നതാണ്. പക്ഷെ വന്നില്ല. അത് അതിന്റെ ഉള്ളിൽ തന്നെ നിന്നു. അതായത് 3346ന്റെ എബവ് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് 3357 ക്ലോസ് ചെയ്തു. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ക്രൂഡിന്റെ ഇന്റർനാഷണൽ ചാർട്ട് നോക്കിയാൽ കാണാം ക്രൂഡ് പിന്നെയും പൊന്തിയിട്ടുണ്ട്. 6568 ലെവലിലേക്കൊക്കെ പൊന്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച നമുക്ക് ഓപ്പണിംഗിൽ എവിടെയാണ് തുടങ്ങുന്നത് അവിടെയായിരിക്കും മാർക്കറ്റിന്റെ MCXന്റെ സ്റ്റാർട്ട്. അത് പെർഹാപ്സ് ഇവിടെ ആയിരിക്കാം 3291 ആ റേഞ്ചിൽ, ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. അല്ല ബാഡ് ന്യൂസ് ആണെങ്കിൽ ഉറപ്പായിട്ടും 3293 ടെസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല 0.5 3255 വിച്ച് ഈസ് എ മേജർ. ഇതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നാൽ പെട്ടെന്ന് ബൈ ചെയ്യാനുള്ള ഒരു പോസിബിൾ പോയിന്റ്. ഇനി ഇത് തന്നെ നമുക്ക് പിച്ച് ഫോർക്കിൽ നോക്കുകയാണെങ്കിൽ കാണാം. ഇന്നലെ ഞാൻ വരച്ചിരിക്കുന്നത് പിച്ച് ഫോർക്ക് 32 ഇതാണ് ഈ പോയിന്റ് 3210 ടു നമ്മുടെ ഹൈ ആയ 3415, ലോ എടുത്തിരിക്കുന്നത് 3299.
ഇന്നലത്തെ ലോ നമ്മുടെ ഫ്രൈഡേയിലെ ലോ വെച്ച് വരച്ച് നോക്കുമ്പോൾ കാണാം. കണ്ടോ, ഞാനിതൊന്ന് ഡബിൾ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. മീഡിയൻ ലൈൻ, ഈ മീഡിയൻ ലൈൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇത് ചെയ്യാം, തിക്കൻ ചെയ്യാം. കണ്ടോ, ആ മീഡിയൻ ലൈനിൽ പോയി. കണ്ടോ, ഇവിടെ നിന്ന് 3297 നിന്ന് എവിടേക്കാണ് പോയത്? കറക്റ്റ് മീഡിയൻ ലൈനിൽ. കണ്ടോ, മീഡിയൻ ലൈൻ 3275 ടെസ്റ്റ് ചെയ്തു, എഗെയിൻ ടെസ്റ്റ് ചെയ്തു 3280, ഇവിടെയും ടെസ്റ്റ് ചെയ്തു, എഗെയിൻ 3280. കണ്ടോ, ഈ ഒരു റേഞ്ചിൽ കറക്റ്റ് നമ്മുടെ ആ മീഡിയൻ ലൈന് കിട്ടുന്ന ഇമ്പോർട്ടൻസ് കണ്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിച്ച് ഫോർക്ക് നമ്മൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 1 അവറിലൊക്കെ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പിച്ച് ഫോർക്ക് വരച്ചിട്ടാൽ നമുക്ക് ഈ മീഡിയൻ എവിടേക്കാണ് പോകുന്നതെന്ന് കറക്റ്റ് നമുക്ക് ഷോർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്, അല്ലെങ്കിൽ ബൈ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ സ്റ്റോപ്പിൽ ഇതിടണം, എന്താ പറയുന്നത്, ടാർഗറ്റ് ഫിക്സ് ചെയ്യണം, ഏകദേശ രൂപം. ഇപ്പോൾ കണ്ടോ, നമുക്കത് ഇന്നലെ ശ്രദ്ധിച്ചാൽ കാണാം 3275 ആ ഏരിയയിലാണ് എപ്പോഴും ക്രൂഡ് പോയിട്ട് മുട്ടി തിരിച്ചു വന്നിരുന്നത്. ഒരു പ്രാവശ്യം പൊട്ടിച്ചു, 2 പ്രാവശ്യം പൊട്ടിച്ചു, ഇവിടെ പൊട്ടിച്ചു, പക്ഷേ കാര്യം ഉണ്ടായില്ല. 3286 വരെ അതൊരു എന്താ പറയുക, കാൻഡിൽ ഫോം ചെയ്തില്ല, ജസ്റ്റ് വിക്ക് മാത്രം പോയി ഇങ്ങ് പോകുന്നു. കണ്ടോ, ഇവിടെയൊക്കെ വിക്കാണ് പോയിരിക്കുന്നത്, ബോഡി പോയിട്ടില്ല. ബോഡി മാക്സിമം പോയിരിക്കുന്നത് എവിടെയാണ് 3279 ആണ്, അവിടം വരെ ബോഡി പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇത് വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. ഏത് 3284 അല്ലെങ്കിൽ 3275 to 884 ഇസ് എ മേജർ റെസിസ്റ്റൻസ് റൈറ്റ് നൗ. അത് നമുക്ക് നാളെ ചൊവ്വാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സെൽ ഫോർ എന്താ പറയുന്നത്, ഒരു ക്വിക്ക് പ്രോഫിറ്റ്. അതായത് ഇവിടേക്കൊക്കെ വരാം, അതായത് 3257. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 331. നമ്മൾ പ്രൈസ് ലെവലിട്ട് കാണിച്ചു തരാം. ഈ ഒരു ലെവലൊക്കെ നമുക്ക് ചൊവ്വാഴ്ച പ്രതീക്ഷിക്കാം. 33340, അപ്പം 3340 ആ റേഞ്ചൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, മനസ്സിലാവുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ 3370 അവിടെ നിന്നൊക്കെ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് എന്താ പറയുന്നത്, ചൊവ്വാഴ്ച ബാഡ് ന്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ തുടങ്ങുന്നത് തന്നെ 3340 അത് കഴിഞ്ഞാൽ നമുക്ക് അടിയിലത്തെ മീഡിയൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ മീഡിയനിലേക്ക് വരാനുള്ള സാധ്യത അടുത്ത് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ലെവലുകളാണ്. ഇവിടെ ഞാൻ ടാഗ് ചെയ്തിട്ടാ നമുക്ക് മനസ്സിലാവും. ഈ മീഡിയ ഉണ്ട് 3276. ഞാൻ പറഞ്ഞില്ല 3255 ആ റേഞ്ചിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ബാഡ് ന്യൂസുമേ. അതിപ്പോൾ നമ്മുടെ ഈ വാക്സിൻ്റെ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫോള് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇത് തന്നെ നമ്മൾ 50 മിനിറ്റ്സിൽ ഞാൻ വരച്ചിട്ടുണ്ട് ഫിബൊനാച്ചി. അത് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ കാണാവുന്ന ലെവലുകളാണ്. പക്ഷെ അതിന്റെ തുടക്കം നമ്മൾ വരച്ചിരിക്കുന്നത് 3219 നിന്നാണ്. 3219 ഇപ്പൊ എന്റെ മൗസ് നിൽക്കുന്നത് 3219. എന്താ കാരണം വെച്ചാൽ ഇവിടെ സപ്പോർട്ട് ഉണ്ട്, കണ്ടോ. ഈ ഒരു സപ്പോർട്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് 15 മിനിറ്റ്സ്. കണ്ടോ, ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ആ സപ്പോർട്ടിൽ നിന്ന് ഈ ഒരു ലൈൻ അതിന്റെ സെന്ററിൽ കണ്ടോ, ഈ ഒരു ഇതിനെ മെർജ് ചെയ്യുന്നിടത്തുനിന്നാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ കറക്റ്റ് നമ്മൾ എന്താ പറയുക 0.5 3316 ആണ് 0.5. അത് ഇന്നലെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ശരിക്കും 0.6 അഗെയിൻ കണ്ടോ 3293 ആണ് 15 മിനിറ്റ്സിലും 0.6 സിൽവർ ലൈൻ. ആ സിൽവർ ലൈനിന്റെ 15 മിനിറ്റ്സിന്റെ സിൽവർ ലൈൻ ടെസ്റ്റ് ചെയ്തു, ഓൾമോസ്റ്റ് എത്തി. കണ്ടോ 3297 വരെ വന്നു. ആക്ച്വലി ഒരു 5 പോയിന്റ് വ്യത്യാസത്തിൽ സിൽവർ ലൈൻ മിസ് ചെയ്തു. അവിടെ നിന്നാണ് പൊന്തി നേരെ എവിടേക്ക് പോയി 3367 പൊട്ടിച്ച് 3414 ആണ് അതിന്റെ നമ്മൾ ടാർഗറ്റ്, അതായത് ഹൈ വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ടൊന്നും പോകാനുള്ള പവർ ഉണ്ടായില്ല. ആക്ച്വലി ഇറ്റ് വെന്റ് അണ്ടിൽ 3367. ആക്ച്വലി കൂടുതലും ട്രേഡ് നടത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ 0.5 വെച്ചിട്ടാണ്. 3316 ഓറിയന്റഡ് ആയിട്ടാണ് ട്രേഡുകൾ കൂടുതലും. ഈ ഒരു ഏരിയയിലാണ് കൂടുതലും ക്രൂഡ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ആ 0.5യുടെ ഇമ്പോർട്ടൻസ് 0.6ന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇനി നമുക്ക് ചൊവ്വാഴ്ച ഇതൊക്കെ തന്നെയാണ്. 3316 മേജർ ആണ്. അഗെയിൻ 3316 ആ ലെവലിലേക്കൊക്കെ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റുള്ള ആ 1 അവർ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് വേറെ ഡയമെൻഷൻ കിട്ടും. പക്ഷെ ഇതിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി വേറെ വ്യക്തമായിട്ടുള്ള കുറച്ചും കൂടി ഒരു വ്യൂ പോയിന്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ 339 3340 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടോ. ഈ 3340 ഒക്കെ പെട്ടെന്ന് നമുക്ക് ചൊവ്വാഴ്ച കാണാവുന്ന ബൈയിങ് പോയിന്റ് ആണ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്ക് ഒരു ബൈ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് 3380 ഒക്കെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക അപ്സൈഡ് കാണിക്കും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇനി നിഫ്റ്റി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചാർട്ട് ഇട്ടിട്ടുണ്ട്. ഡെയിലി ചാർട്ടിൽ നമുക്ക് ഇപ്പോഴത്തെ ഹൈ 13,145 ഞാൻ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോ കാണാത്തതുകൊണ്ട് കണ്ടാൽ അറിയാം. കറക്റ്റ് നമ്മുടെ ഫിബൊനാച്ചി ലെവൽസ് 13,000 ടച്ച് ചെയ്യുന്നു പറഞ്ഞാൽ അത് പൊട്ടിച്ചതിന് ശേഷം മാർക്കറ്റ് കുറച്ചും കൂടി ഒരു ഫേം കുറച്ചും കൂടി അത് മേലോട്ട് പോകാനുള്ള ഒരു താല്പര്യം കാണിച്ചു. അത് കാണിച്ചതിന്റെ ഒരു റിസൾട്ടായിട്ട്
നമുക്ക് 13,145 എന്നുള്ള പുതിയ ഹൈ തന്നു. ഇനി മേലോട്ട് 13, അത് വേറൊരു സെക്ഷനായിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഈ ഹൈ പൊട്ടിച്ചാൽ മാത്രമേ ഇത് മേലോട്ട് പോകുള്ളൂ. അതിനുള്ള സാധ്യത വാക്സിൻ്റെ ന്യൂസ് വളരെ പോസിറ്റീവായിട്ട് വരിക, അതുപോലെ അമേരിക്കൻ മാർക്കറ്റും ഇന്റർനാഷണൽ മാർക്കറ്റും ഒക്കെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്താൽ ഇനി നമുക്ക് ഉയരങ്ങൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അത് നമുക്ക് പുതിയ ഹൈറ്റ്സ് കണ്ടെത്താൻ താൽക്കാലികമായിട്ട് നമ്മൾ അടുത്ത ആഴ്ചകളിലൊക്കെ ഞാനൊരു ഫോളാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു കറക്ഷൻ, ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ 3-4 മാസം എടുക്കും വാക്സിന്. അപ്പൊ അതൊരു ഫോളിനുള്ളൊരു സാധ്യതയാണ്. ഐ മീൻ കറക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ 0.5 ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേയിൽ കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിധിയ ലെവല് 12,553, അതുപോലെ 12,714 അതിന്റെ മേലെ 0.618, 12,714. ഈ 714 നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇത് 2-3 പ്രാവശ്യം നിഫ്റ്റി കണ്ടോ 714 അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു ഏരിയ കണ്ടോ 714 ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ 714ലേക്കാണ് നിഫ്റ്റി താഴാൻ ശ്രമിക്കുന്നത്. അവിടെ അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് അഗെയിൻ ബുള്ളുകൾ വലിച്ച് മേലോട്ട് കൊണ്ടുപോവാണ്. ഇവിടുത്തെ ഒരു ബിഗ് ഫോൾ കണ്ടോ 13,145 നിന്ന് നേരെ വന്നത് ഫോള് 12,831. ഓൾമോസ്റ്റ് അത് 714ലേക്കാണ് വന്നത്. പക്ഷെ അവിടെ വെച്ചിട്ട് അഗെയിൻ ബുള്ളുകൾ വലിച്ചു കയറ്റുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഇത് തന്നെ ഒരു ഫിബൊനാച്ചി പിച്ച് ഫോർക്കിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 നമുക്ക് കാണാം, ഇപ്പോൾ ഈ ഒരു ലെവല് 12,789 ആണ് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ 12,789 എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു ലെവലാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ലോ ആണ്. പക്ഷെ ഡേ ക്യാൻഡിൽ എടുക്കുമ്പോൾ പക്ഷെ നമ്മൾ 714 മനസ്സിൽ കാണണം. എന്ന് വെച്ചാൽ നമ്മുടെ നമുക്കറിയാം സിൽവർ ലൈൻ 714 അപ്പൊ ഇവിടെ 714 നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ആയിട്ട് വരും. കണ്ട കറക്റ്റ് പിച്ച് ഫോർക്കിന്റെ രണ്ടാമത്തെ പിച്ച് ഫോർക്ക്. അപ്പൊ നമ്മൾ മേലത്തെ പിച്ച് ഫോർക്കിന്റെ മീഡിയൻ ഇതാണ്, ഏതാണ് 979 റേഞ്ചിൽ ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 800 ഈ റേഞ്ച് 12,979 റേഞ്ചാണ്. അതൊരു വളരെ നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് മീഡിയൻ നോക്കുമ്പോൾ ഈ മീഡിയൻ നിൽക്കുന്നത് 623 ആ റേഞ്ചാണ്. അത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം 583 കണ്ടോ ഇവിടെ ഉണ്ട്. 0.5ന്റെ തൊട്ട് മേലെയാണ് ഇവിടെ പിച്ച് ഫോർക്കിന്റെ നിൽക്കുന്നത്, മീഡിയൻ നിൽക്കുന്നത്. ആ മീഡിയൻ എന്ന് പറയുമ്പോൾ ചെരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ പല പോയിന്റുകളിലും വ്യത്യാസങ്ങൾ കാണിക്കും. അപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മീഡിയൻ മീഡിയന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, പൊസിഷൻ നോക്കുകയാണെങ്കിൽ, അതിനൊരു ഇത് വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ മീഡിയൻ പല പോയിന്റില്ല. ഇപ്പൊ ഇവിടെ ഈ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടോ 12,980 അത് മീഡിയന്റെ മാറിയും ഇതും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഇത് കുറച്ചുകൂടി താഴോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ട് 12,606 ഇവിടെ 643 കണ്ടോ, ഇവിടെ 643, ഇവിടെ 600. അപ്പൊ അതിന്റെ ഒരു സ്ലോപ്പ്നെസ്, ആ മീഡിയന്റെ സ്ലോപ്പ്നെസ് അനുസരിച്ചിട്ട് ഇത് മാറും. അപ്പൊ നമ്മൾ വരയ്ക്കുന്നവര് ഇത് വരച്ചിടുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കണം. മീഡിയൻ ലൈൻ്റെ എപ്പോഴും പോയിന്റുകൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് 12,800 ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 712, പിന്നെ കാണുന്നത് ഇവിടെ മീഡിയന്റെ 621, വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ടു വാച്ച്. അപ്പൊ നമുക്ക് ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം. എന്താ കാരണം വെച്ചാൽ ഈ ന്യൂസ് വൈകുകയാണ്, വാക്സിൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലെവലുകളിലേക്കൊക്കെ നിഫ്റ്റി 629ലേക്കൊക്കെ കൂപ്പൂത്താനുള്ള സാധ്യത കൂടുതലാണ്. വിച്ച് ആർ ബൈയിങ് പോയിന്റ്സ്, വെരി ഗുഡ് ബൈയിങ് പോയിന്റ്സ്. നമുക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാം. മാർക്കറ്റ് ബുള്ളിഷ് ആണ്, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല. നമുക്ക് വി കനോട്ട് ഡിസൈഡ് ഓൺ മാർക്കറ്റ്. ഇനി ഇതിൽ തന്നെ നമുക്ക് 1 അവറിൽ നമുക്ക് വേണമെങ്കിൽ ഫിബൊനാച്ചിയും വരയ്ക്കാം വിത്ത് ദ ഹെൽപ്പ്. മാഗ്നറ്റ് ഓൺ ആണ്. നമ്മൾ ഫിബൊനാച്ചി ഇതിൽ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. കണ്ടോ, അത് വരച്ചപ്പോൾ എന്താണ്, അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഡിം ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാനായിട്ടുള്ള വിസിബിലിറ്റി അതിനെ കുറച്ച് ഇടാം. ഓക്കെ, ഇത് കുറച്ചിടാം. അതുപോലെ ഇതിൻ്റെ വിസിബിലിറ്റി നമുക്ക് ഓക്കെ ട്രാൻസ്പെറൻറ്റ്. ഇനി നമ്മൾ ഇത് ഫിബോ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാം. കണ്ടോ, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ, 798 കണ്ടോ, 798 ഞാൻ പറഞ്ഞു ഒരു റെസിസ്റ്റൻസ്, മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അതിനെ ശരിക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെയാണ് കുറേ ട്രേഡ് നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ കാണാം 0.618, 12,708, അതുപോലെ 12,791. കണ്ടോ, 0.5 വന്നേക്കണം നമുക്ക് കറക്റ്റ് 791.
ഇവിടെ ഞാനിപ്പോ ഇത് എന്താ പറയുക ഇപ്പൊ വരച്ചതാണ്. ഇപ്പൊ വരച്ചപ്പോൾ നമ്മൾ നോക്കൂ, ആ കറക്റ്റ് അത് മാച്ച് ചെയ്യുന്നുണ്ട്. 791 എന്നുള്ളത് 0.5 ആണ്. ആ 0.5 വന്നിട്ട് അവിടെ നിന്ന് കറക്റ്റ് പൊന്തിരിക്കുകയാണ് സപ്പോർട്ട് എടുത്ത്. സോ നമ്മൾ ഈ 0.5 791 എന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ടായിട്ട് തന്നെ എടുക്കണം. ഇനിയും അവിടെ വന്നു കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സാധ്യത 50 പോയിന്റ് 60 പോയിന്റ് ഒക്കെ ഈസി ആയിട്ട് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ 12,708 ആണ് അടുത്ത മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ്. 12,708. പിന്നെ അതും പൊട്ടുകയാണെങ്കിൽ 12,589. അതിനും താഴോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ ഈ 12,600 റേഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞു 12,620 റേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ ബൈ ചെയ്യുക. അതുപോലെ 12,708 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് എൻട്രി പോയിന്റ്. നമുക്ക് അവിടെയൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുൾ ബാക്സ് ഉണ്ടാവും. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ ക്വിക്ക് പ്രോഫിറ്റ്സ് എടുക്കാൻ. അതുപോലെ തന്നെ മേലോട്ട് പോവുകയാണ് ഈ 13,144 പൊട്ടിക്കാൻ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ സെല്ല് ചെയ്താൽ ഈ 12,978 അതുപോലെ 874 നമുക്ക് സെല്ല് ഷോർട്ട് ചെയ്യുന്നവർക്കും പ്രോഫിറ്റിനുള്ള ചാൻസസ് തരും. വളരെ നല്ലൊരു പോസിബിലിറ്റി ഇവിടെയൊക്കെ ഉണ്ട് ഷോർട്ട് ചെയ്യാനും. അതുപോലെ ബൈയിങ് പോയിന്റ്സ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ മാക്സിമം താഴോട്ട് ഇപ്പോൾ 12,438 നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ ഒരു പിച്ച് ഫോർക്കിന്റെ ലെവൽ വെച്ചിട്ട് ഞാൻ പറയുന്നത് അത് ശരിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെയൊക്കെ ഒരു മേജർ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഇത് വിട്ടിട്ടൊന്നും വരാനുള്ള സാധ്യത ഇപ്പൊ താൽക്കാലികമായിട്ട് 648 650 താഴോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മേജർ പോയിന്റ് 12,589. അത് വിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയൻ ലൈൻ, അതായത് 629 കണ്ടോ, ഞാനിവിടെ പ്രൈസ് ലെവൽ വെച്ചിരിക്കുന്നത്. ഈ ലൈനൊക്കെ വിട്ടിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെ നല്ല സപ്പോർട്ട് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ക്രൂഡ് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞു ക്രൂഡ് എങ്ങനെയാണ് ഒപെക്കിന്റെ മീറ്റിംഗ് അതിന്റെ ഫീഡ്ബാക്ക് വരുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇനി കുറച്ച് ദിവസം ട്രേഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല വാക്സിന്റെ ന്യൂസ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വാക്സിൻ വളരെ ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണ്. 5-8 കമ്പനികളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം സക്സസ്ഫുൾ ആയി എന്നുള്ളൊരു ഗുഡ് ന്യൂസ്. അതായത് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തു തുടങ്ങി, ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി, പല രാജ്യങ്ങളിൽ ഇത് എത്തി. അതിന്റെ റിസൾട്ട്സ് വന്നാൽ മാത്രമേ മാർക്കറ്റ് ബുള്ളിഷ് ആവുള്ളൂ. അതിന് കുറെ സമയം എടുക്കും. അതേവരെ ക്രൂഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന വെച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ ടെമ്പററി ന്യൂസുമെയാണ് ക്രൂഡ് നിൽക്കുന്നത്. ഫോളോ പ്രതീക്ഷിക്കണം. എന്റെ മനസ്സ് പറയുന്നത് ഒരു ഫോളാണ് എന്റെ മനസ്സിലുള്ളത്. അപ്പൊ ഫോള് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് ബൈങ് ചാൻസ് ആണ്. അപ്പൊ നമുക്ക് ഇനി കാണാവുന്ന ബൈങ് പോയിന്റ്സ് ഞാൻ പറഞ്ഞു 3096 മാക്സിമം താഴോട്ട് വരാനുള്ളത്. അങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ലെവല് 3255 3218 ഇത് വളരെ 3218 ആണ് ഉറ്റുനോക്കുന്നത് ഞാൻ. ഇതിലോട്ടൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയൊക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് എ ബൈങ് പോയിന്റ്. അല്ല മാർക്കറ്റ് ക്വൈറ്റ് ബുള്ളിഷ് ആവുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 414 എടുത്ത് ഒപ്പക്കിന്റെ ഗുഡ് ന്യൂസും വാക്സിന്റെ എന്താ പറയുന്നത് സംശയങ്ങളും മാറുകയാണെങ്കിൽ, വാക്സിൻ പോസിറ്റീവ് തന്നെയാണ്, ഇനി ഇതിലൊന്നും ആശങ്കയൊന്നും വേണ്ട എന്നുള്ളൊരു ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ക്യാൻ ഫ്ലൈ ഹൈ ടു ഈവൺ എന്താ പറയുക 3500 പെട്ടെന്ന് നമുക്ക് കാണാം അടുത്ത വരുന്ന മാസങ്ങളിൽ. ജനുവരി ആകുമ്പോഴേക്കും 3500 3550 റേഞ്ചിലേക്കൊക്കെ പഴയ ലോസ്റ്റ് ഗ്ലോറി തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണ് ക്രൂഡിൽ കാണുന്നത്. സോ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ. സോ അടുത്ത ആഴ്ച കാണും വരെ ഗുഡ് ബൈ, ടേക്ക് കെയർ, സീ യു, ബൈ ബൈ.